നമ്മളെന്ത് നടക്കരുതെന്ന് വിചാരിച്ചു അത് തന്നെ നടന്നിരിക്കുകയാണ്. മുംബൈ ഹീറോസ് വിജയിച്ചിരിക്കുകയാണ് പഞ്ചാബ് ദർശനെതിരെ. ഏതാണ്ട് 10 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ അവർ 6 പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ അടുത്ത സ്പോട്ടിന് നഷ്ടമായിരിക്കുകയാണ്. 3ാമത്തെ സ്പോട്ട് ഇപ്പോൾ മുംബൈ എടുത്തിരിക്കുകയാണ്. ഇനി ഒരു സ്പോട്ടൂടെ ബാക്കിയുള്ളൂ. ഒരു സ്പോട്ടിന് വേണ്ടി മത്സരിക്കുന്ന 3 ടീമുകളാണ്. 1 ചെന്നൈ റൈനോസ്, 2 തെലുഗു വാരിയേഴ്സ്, 3 കേരള സ്ട്രൈക്കേഴ്സ്. സോ നാളെ കർണാടക ബുൾഡോസിനെതിരെ തെലുഗു കൂടെ വിജയിക്കുകയാണെങ്കിൽ അവസാന മാച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള സ്ട്രൈക്കേഴ്സ് സീസണിൽ നിന്ന് പുറത്താകും. അഥവാ തെലുഗു ആ ഒരു മാച്ച് പരാജയപ്പെട്ടാൽ തന്നെ നമുക്ക് സാധ്യതകൾ വളരെയധികം കുറവാണ്. അതായത് നമ്മുടെ അവസാനത്തെ മാച്ച് ചെന്നൈ റൈനോസുമായിട്ടുള്ള മാച്ച് നമ്മൾ 50 or 60 റൺസിന് വിജയിക്കണം, അല്ലെങ്കിൽ 5 ഓവറൊക്കെ ബാക്കിയുള്ളപ്പോൾ തന്നെ നമ്മൾ ആ ഒരു റൺസ് ചേസ് ചെയ്യണം. സോ അങ്ങനെയൊക്കെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഈ ഒരു ടീം വെച്ച് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചെന്നൈ ഒരു നൈസ് ടീമാണ്. അവർ വേറെ ലെവൽ രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവരും ഡിസേർവിംഗ് ആണ് സെമി ഫൈനലിലേക്ക് പോകാൻ. ഒരുപക്ഷെ നമ്മളുമായിട്ട് പരാജയപ്പെട്ട് തെലുങ്കു ആ ഒരു മാച്ച് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് സെമി ഫൈനലിലേക്കുള്ള യോഗ്യത നഷ്ടമാകും. സോ ആദ്യത്തെ 2 മാച്ചും വളരെ മികച്ച രീതിയിൽ കളിച്ച് വിജയിച്ച അവസാനത്തെ മാച്ചിൽ, അതായത് അവസാനത്തെ 2 മാച്ചിൽ ഇങ്ങനെ പരാജയപ്പെട്ട് പുറത്തു പോകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഈ ഒരു പെർഫോമൻസ് ഇതൊരു ഡിസേർവിംഗ് തന്നെയാണ്. അത് പുറത്തായാൽ അത് ഡിസേർവിംഗ് തന്നെയാണ്. കാരണം ജസ്റ്റ് 1 റൺസിനാണ് തെലുങ്കുമായിട്ട് വിജയിച്ചത്. അതിന് മുമ്പത്തെ കളിയൊക്കെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അതായത് ബംഗാളുമായിട്ട് കുറച്ച് കുറഞ്ഞ റൺ റേറ്റിലെങ്കിലും തോറ്റിരുന്നെങ്കിൽ നമുക്ക് റൺ റേറ്റിൻ്റെ കാര്യത്തിൽ വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ നാളെ തെലുങ്കു മാച്ച് അവർ തോറ്റാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 50-60 റൺസിനൊക്കെ വിജയിക്കേണ്ടതായിട്ട് വരും. സോ അത് ഞാൻ പറഞ്ഞല്ലോ കേരള സ്ട്രൈക്കേഴ്സിന് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ആ ഒരു മാച്ചിലേക്ക് നമുക്ക് നോക്കിയിരിക്കാം. മിനിമം കർണാടക ബുൾഡോസേഴ്സ് ആ ഒരു മാച്ചെങ്കിലും വിജയിക്കട്ടെ, എന്നാൽ മാത്രം നമുക്ക് അവസാന മാച്ച് കാണാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകുകയുള്ളൂ. സോ അതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ എത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.